പുതിയ പരിപാടിയോട് സാധനം. അപ്പൊ ഗൈസ് നമ്മള് ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ചെറായിലൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാച്ചനും അമ്മയുടെയും പഴയ 2 കൂട്ടുകാരും അങ്ങടേക്ക് വന്നിട്ടുണ്ട്. അവര് ഫാമിലി ആയിട്ടാണ് ഗൈസ് വന്നത്. ഇപ്പോൾ നമുക്കവിടെ കയറേണ്ടത് 2 മണിക്കാണ് അവർ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് തരുള്ളൂ. അതുവരെ നമ്മളവിടെ ഒരു ഷാപ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. ഒച്ചെ ടോഡിപ്പപ്പം എന്നാണ് ആ ഷാപ്പിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ അങ്ങടേക്ക് പോകണമാണ് ഗൈസ്. വീട്ടിലിരുന്ന് ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങടേക്ക് പോകണതാണ്. ഇപ്പോൾ സമയം 12:13 നമുക്കിനി അവിടെ എത്തിയിട്ട് വേണം അവരെയൊക്കെ കാണാൻ. പിന്നെ നമുക്ക് ആ ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ നമുക്കിനി നേരെ പപ്പിലോട്ട് പോവാം. എന്റെ പൊന്നു കേട്ടോ വെക്കണ്ടേ ദൈവത്തെ ഓർക്കുന്നു. ഇതാണ് ബ്രെഡ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് മെയിൻ കോഴ്സ് ഫിഷ് ഐറ്റംസ് ഉണ്ട്. ഫിഷ് ഐറ്റംസ് ആയിട്ട് വരുന്നത് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മസാലയിൽ ചെയ്യുന്നുണ്ട്. അത് നല്ല സ്പൈസി ആയിരിക്കും. ചെറിയൊരു പൊടി അത് നെയ്മീനിൽ ചെയ്ത് തരും. പിന്നെ അതേപോലെ കളാഞ്ചിയിൽ ചെയ്ത് തരും. എത്ര റേറ്റ് വരും? ഇത് നെയ്മീനാണെന്നുണ്ടെങ്കിൽ 700, 700. കളാഞ്ചി അതൊന്നും എടുക്കും. നല്ല സ്പൈസി ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കള്ളപ്പം, പാലപ്പം, പിന്നെ സുന്ദരം. ചെറിയ പാലപ്പം കള്ളപ്പം കൊണ്ടു പിന്നെ കരിമീനുണ്ടോ? പോളിച്ചല്ല അത് എത്ര റേറ്റ് വരും? കരിമീൻ 500. ഒരു കരിമീൻ, ഒരു കാരാവ്, പിന്നെ ഒരു ഇടിക്കുള്ളൂ, പിന്നെ 3 ഫ്രൈഡ് റൈസ്, പാലപ്പം, ഒരു പാലക്കപ്പം കൊണ്ട് നമുക്ക് ബാക്കി നോക്കാം. ഒരു കുടം കള്ളു ഇടുക്കി ഗോൾഡ് നെയ്മീനുണ്ട്. പിന്നെ ഡെക്ക് റോസ്റ്റ് ഒന്ന്, ചിക്കൻ ഫ്രൈഡ് റൈസ് 4, കള്ളപ്പം 4, കരിമീൻ പൊടിച്ച 1, പാൽക്കപ്പം 1, ഒരു കുടം കള്ളു. 5 കള്ളു വരുന്നത്
എല്ലാം ഒരുമിച്ചെടുത്താൽ ഒരു മാക്സിമം ഒരു 20-25 മിനിറ്റ് പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ ജർമ്മനിക്ക് വരുന്നില്ലേ? ഭയങ്കര എരിവാണ് കേട്ടോ. സ്റ്റൗവും ഗ്യാസൊക്കെ ഉണ്ട് ചാച്ചാ.
നമ്മുടെ പ്രൈവസി നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ. ഹാമോക്കൊക്കെ ഉണ്ട് കിടക്കാൻ, 2 എണ്ണം ഉണ്ട് ഹാമോക്ക് നേരത്തെ കിടക്കും. നല്ല രസമാണെന്ന് തോന്നുന്നു ഗൈസ് കിടക്കാൻ. അമ്മേടാ അമ്മേടാ ഗൈസ് നമ്മുടെ ഈ സ്ഥലത്തെ ഭയങ്കരമായിട്ട് തിരയടിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചെറായി ബീച്ചിൻ്റെ സൈഡിലായത് കാരണം തൊട്ടു മുമ്പിൽ ബീച്ചാണ്. കാണിച്ചു തരാം. ഭയങ്കര തിരയാണേ. നോക്കിക്കോ, ഇപ്പോൾ വരും ഉണ്ടോ. ഇതിൻ്റെ പൊക്കത്തൊട്ടൊക്കെ അടിച്ച് കയറി കഴിച്ചു. ഇതിൻ്റെ പൊക്കത്തു നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല തിരയുണ്ട്. ഞങ്ങൾ ഇവിടെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു വന്നത്. പക്ഷേ ഇനി ഇറങ്ങാനൊന്നും നടക്കത്തൊന്നുമില്ല. നല്ല തിരയുണ്ട്. ഇവിടെ തൊട്ട് മുമ്പിലേക്ക് വെള്ളം അടിച്ചു പറഞ്ഞേ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇനി ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ്. ഇതാണ് നമ്മളെ വീട്. ഈ വീടാണ്, ഇതാണ് നമ്മുടെ വീട്. ഈ വെള്ളം ഇതിൽ നമുക്കിനി വേറെ എവിടെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങും. അത്രയുള്ളൂ. ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പുറത്തോട്ട് ചുമ്മാ നടക്കാൻ പോവാം. അത്രയായിട്ടുള്ളൂ. ഇവിടെ കുറച്ചൊരു ഹാമോക്കിലൊക്കെ കിടക്കുന്നുണ്ട്. പുല്ലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പുറത്തടിച്ചിട്ടല്ലോ. വീടുള്ളവരത് സംരക്ഷിക്കത്തില്ല. ഇല്ലാത്തവർക്ക് ചെറുപ്പക്കാർ